വളാഞ്ചേരി നഗരസഭയിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂളായ വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിനനുവദിച്ച ഫെൻസിംഗ് നെറ്റ് സമർപ്പിച്ചു. പരിപാടി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ ഉദ്ഘാടനം ചെയ്തു. വളാഞ്ചേരി നഗരസഭ 2022-23 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരസഭയിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂളായ വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിന് അനുവദിച്ച ഫെൻസിംഗ് നെറ്റ് സമർപ്പിച്ചു. പരിപാടി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഞങ്ങളത് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തിയപ്പോൾ അവസാനം വളാഞ്ചേരി സർവീസ് സഹകരണ ബാങ്കിലാണ് നമ്മുടെ ഓൺ അക്കൗണ്ടിൽ ആ ചെക്ക് വന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഒരു പ്രൊജക്റ്റായിട്ട് ഏറ്റെടുത്തു. ആ പ്രൊജക്റ്റ് ഇന്നിവിടെ സമർപ്പിക്കാം. വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. കായിക പ്രേമികളുടെ നിരന്തരമായ ആവശ്യമായിരുന്നു നഗരസഭയിലെ ഏക ഗ്രൗണ്ടായ വളാഞ്ചേരി സ്കൂളിലെ ഗ്രൗണ്ടിൽ ഫെൻസിംഗ് നെറ്റ് അനുവദിക്കണമെന്നത്. ഫുട്ബോൾ, ക്രിക്കറ്റ് തുടങ്ങിയ കായിക മത്സരങ്ങൾ നടക്കുമ്പോൾ നിരവധി തവണയാണ് ബോൾ ഗ്രൗണ്ടിൽ നിന്നും പുറത്തേക്ക് പോയി വാഹനങ്ങൾക്ക് പ്രയാസം സൃഷ്ടിക്കുന്നത്. അതിനൊരു പരിഹാരമാണ് ഫെൻസിംഗ് നെറ്റ് സ്ഥാപിച്ചതുവഴി സാധ്യമായത്. വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് വാലാസി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റൂബി ഖാലിദ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CM റിയാസ്, കൌൺസിലർമാരായ ഈസാൻ അമ്രത്ത്, KV ഉണ്ണികൃഷ്ണൻ, ഷിയാബ് പാറയ്ക്കൽ, സദാനന്ദൻ കോട്ടേരി, നഗരസഭാ സെക്രട്ടറി H സീന, വളാഞ്ചേരി ഹൈസ്കൂൾ മാനേജർ V ഗോപാലകൃഷ്ണൻ, ഹൈസ്കൂൾ വിഭാഗം പ്രധാനാധ്യാപിക ശ്രീജ, നസീർ തിരൂർക്കാട്, മുസ്തഫ മാസ്റ്റർ തുടങ്ങിയവർ പ്രസംഗിച്ചു. സ്കൂളിലെ അധ്യാപകർ, വിദ്യാർത്ഥികൾ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വളാഞ്ചേരി. ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി മെയിൻ റോഡ്,